അപ്പൊ കേരളം കാത്തിരുന്ന ഷാരോൺ വധക്കേസിലെ വിധി വന്നു കഴിഞ്ഞു അല്ലെ. പ്രതിയായിട്ടുള്ള ഗ്രീഷ്മക്ക് കൊലക്കാർ തന്നെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് വാർത്ത കേട്ട സമയത്ത് വളരെ വലിയ രീതിയിൽ സന്തോഷം തോന്നുന്നുള്ളതാണ്. പറയുമ്പോ എന്റെ ആരും ഇല്ലേ കൊല്ലപ്പെട്ട ഷാരോണും ഈ കൊന്ന ഗ്രീഷ്മയും. പക്ഷേ ഷാരോൺ കൊല്ലപ്പെട്ട നാൾ തൊട്ട് തന്നെ എന്നെ പോലെ തന്നെ പലരും ഗ്രീഷ്മക്ക് ഒരു കൊലക്കാർ ആഗ്രഹിച്ചതാണ് അല്ലെ. അത് നടപ്പാക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. എന്നിരുന്നാലും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അതിനാടകീയ മുഹൂർത്തങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയിട്ടുള്ളത്. ഇന്നലെ വിധി പറയുന്ന സമയത്ത് ജഡ്ജായിട്ടുള്ള പുറത്തു നിൽക്കുന്ന ഷാരോണിന്റെ കുടുംബത്തെ വിളിച്ചകത്തേക്ക് കയറ്റി എന്നുള്ളതാണ്. എന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ കൊലക്കേസിലെ വിധി പറഞ്ഞത്. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷത്തോളമായി ഷാരോണിന്റെ നീതിക്ക് വേണ്ടി പോരാടുന്നതാണല്ലോ ഷാരോണിന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിധി ഷാരോണിന്റെ കുടുംബം കേൾക്കണമെന്ന് പുള്ളിക്കാരൻ നിർബന്ധമുണ്ടായിരിക്കണം. എന്തായാലും ഈ കേസിലെ വിധി കേട്ട സമയത്ത് ഷാരോണിന്റെ കുടുംബം പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ പൊട്ടിക്കരയാതിരിക്കും അല്ലെ? കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായി അവർ തന്റെ മകന് വേണ്ടി ഓടി നടക്കുന്നു. അങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് അവരെന്താണ് ആഗ്രഹിച്ച വിധി അത് തന്നെ വന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പൊട്ടിക്കരഞ്ഞു പോകും അല്ലെ. പക്ഷെ നേരെ ഗ്രീഷ്മയിലേക്ക് വരുന്ന സമയത്ത് വിധി കേട്ട സമയത്ത് പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് ഞെട്ടിയെങ്കിൽ കൂടിയും പിന്നീട് അങ്ങോട്ടൊരു ഭാവവും പുള്ളിക്കാരിയുടെ മുഖത്തില്ലായിരുന്നു. വളരെ നിർവികാരിയായിട്ടായിരുന്നു പുള്ളിക്കാരിയെ കാണപ്പെട്ടത്. ഒരു തൂക്കയറിലേക്ക് ഏറ്റാൻ പോകുന്ന ഒരാളുടെ ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാരുടെ മുഖത്തില്ലായിരുന്നു. ഒരുപക്ഷെ അവൾ നേരത്തെ ഇതിനെല്ലാം തയ്യാറെടുത്തിരിക്കണം അല്ലെ. എന്തായാലും കോടതി വിധിക്ക് ശേഷം പുള്ളിക്കാരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആരെ ഗ്രീഷ്മയെ. അന്നേരമുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. കൊണ്ടുപോയത് അല്ലേ. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടും പുള്ളിക്കാരൊന്നും മിണ്ടുന്നില്ല. പിന്നെ മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് പുള്ളിക്കാരി പോകുന്നത്. അതിന് ഞാൻ ഗ്രീഷ്മനെ സമ്മതിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ഒരുങ്ങി കെട്ടി പോകാൻ സാധിക്കുന്നുണ്ടല്ലോ, സമ്മതിച്ചെന്ന്. ആ മൈൻഡ് സെറ്റ് ഞാൻ സമ്മതിച്ചെന്ന്. എന്തായാലും ഗ്രീഷ്മയുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ഈ വിധി വന്നതിന് ശേഷം ഷാരോണിന്റെ സഹോദരൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപത്തിന്റെ അവസ്ഥ ആ കുടുംബത്തിലെ ആരുടെയും ഭാഗത്തുനിന്ന് ഷിമോന്റെ അടുത്ത് സംസാരിക്കപ്പെടും? ഇല്ലല്ല, എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ വിചാരണ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്, കോടതിയിലുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഞാനും എന്റെ അങ്കിളും അപ്പച്ചനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒരു 2-3 പേര് ഡെയിലി അവിടെ വിചാരണ സമയത്തുണ്ട്. എല്ലാ ദിവസവും ഈ പ്രതി വരും. അതായത് ഗ്രീഷ്മയും അമ്മാവനും അമ്മയും ആയിട്ട് 3 പേരായിട്ട് വരുന്നത്. പക്ഷെ ആരുടെ മുഖത്തൊന്നും എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അവൾക്ക് ഇതിൽ നിന്നൊരു ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് ആ ഒരു ചിന്ത അതായിരിക്കും ഒരു ഇത്രയും ഒരു തീവ്രമായൊരു. അതിനെക്കുറിച്ച് അറിയത്തില്ല. അവളുടെ മോട്ടീവ് എനിക്ക് തോന്നുന്നത് പട്ടാളക്കാരനെ കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്ക് ആരുടെ മുഖത്തൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അവളൊരു പക്ക എന്താ പറയാ, ഇപ്പോ വലിയ പ്രതികള് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ വന്നിരിക്കുന്ന ഒരു മട്ടിലാണ് അവള് വന്ന് അവിടെ കോടതിയിൽ ഇരിക്കുക. അവളുടെ മൈൻഡ് സെറ്റ് ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു തരി റിഗ്രറ്റ് പോലും അവളുടെ മനസ്സിലില്ല എങ്കിൽ അവള് ശരിക്കും മനുഷ്യനല്ല, ഒരു ബോൺ ക്രിമിനൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ തന്റെ കയ്യാൽ ആര് കൊല്ലപ്പെട്ടാലും എന്ത് കാരണം കൊണ്ട് കൊന്നതാണെങ്കിലും ശരി, കൊന്നതിന് ശേഷം മനസ്സിനുള്ളിനുള്ളിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാകും അല്ലെ. ഞാൻ കാരണം ഒരു ജീവൻ ഇല്ലാതായല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ്. പക്ഷെ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിഗ്രറ്റേ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇനി ഒരാളെ കൊന്നതിന് ശേഷം അവർ പിടിക്കപ്പെട്ടാലും ആ മിഷൻ കംപ്ലീറ്റ് ആക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അതല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇവിടെ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായതും അങ്ങനെ ഒരു സംതൃപ്തി ആയിരിക്കണം. ഞാനിത് പറയാനുള്ള കാരണം ഇതിനു മുമ്പും ഗ്രീഷ്മ ഒരുപാട് തവണ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായി ജ്യൂസ് ചലഞ്ച് എന്നും പറഞ്ഞ് ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി കൊല്ലാൻ നോക്കി, അത് പരാജയപ്പെട്ടു. അതിനുശേഷം പല രീതിയിലും പല തവണയും പുള്ളിക്കാരി ഷാരോണിനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോഴെല്ലാം ആ മിഷൻ അവിടെ ഫെയിൽ ആയി പോവുകയായിരുന്നു. ഒടുവിൽ അവസാനത്തെ ഒരു ഐഡിയ ആയിരുന്നു കഷായം ചലഞ്ച്. ഞാൻ ഉരവേദനയ്ക്ക് കുടിക്കുന്ന കഷായമാണ്, ഭയങ്കര കയ്പാണ്, ഒന്ന് കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഷായം കൊടുത്തത് അല്ലേ ഷാരോണിന്. അതും വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി വിളിച്ചു വരുത്തിയിട്ടാണ് ഷാരോണിന് കഷായം കൊടുത്തത്. അത് കുടിച്ചതോടുകൂടി ഷാരോൺ ഹോസ്പിറ്റലിലാവുകയും 3 ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയും ചെയ്തു അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് തവണ നോക്കിയ ഒരു അറ്റംപ്റ്റ് ആണ് അവസാനം വിജയിച്ചത്. ഒരുപക്ഷെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ വിജയിച്ചതിന്റെ ഒരു സംതൃപ്തി അവളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവാനാണ് അല്ലെ. എന്തായാലും അവളെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടു. എന്നിരുന്നാലും 586ഓളം പേജുകൾ വരുന്ന ഒരു വിധി പ്രസ്താവനയായിരുന്നു ഷാരോൺ വധക്കേസിന്റെ. ആ വിധി പ്രസ്താവനയിലേക്കൊന്നും ഞാൻ കാര്യമായിട്ട് കടക്കുന്നില്ല, അതിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കാം. എന്നിരുന്നാലും തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിൽ കൂടിയും ആശ്വസിക്കാൻ വരട്ടെ. ഇവിടെ കൊലക്കയർ വിധിച്ചിട്ടേ ഉള്ളൂ, നടപ്പാക്കുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം ഇവിടെ കൊലക്കയർ വിധിച്ചത് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. ഇതിനു മുകളിൽ കോടതികളുണ്ട്, ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. ഈ 3 പ്രതീക്ഷകൾ ഇവിടെ ഗ്രീഷ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കോടതികളെയും ദയാഹർജിയെയും ഒക്കെ ഗ്രീഷ്മ സമീപിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിലെവിടെയെങ്കിലൊക്കെ വെച്ച് ഈ കൊലക്കയർ ജീവപര്യന്തമായി മാറുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇതിനൊക്കെ വർഷങ്ങൾ പിടിക്കും കേട്ടോ. പക്ഷെ ഈ വർഷങ്ങൾക്കെല്ലാം ഇടയിൽ അവൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് മാത്രം മതിയാകും. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് വേണം അല്ലെ. എന്നിരുന്നാലും ഇതിനു മുമ്പും ഇന്ത്യയിൽ ഒരുപാട് കൊലക്കയർ വിധിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നടപ്പാക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചു.
നോക്കാം. ബീഹാറിലെ അസ്ലം കാലം എന്ന് പറയുന്ന വ്യക്തി ഒരു 5 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിഷ വധക്കേസിലെ അമീറുൽ ഇസ്ലാം, പിന്നെ രാജേഷ് കുമാർ, രജികുമാർ, അങ്ങനെ 10-ലധികം കൊലക്കയർ ഇന്ത്യയിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ കൊലക്കയർ വിധിച്ചെങ്കിൽ കൂടിയും അതൊന്നും നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ അവസാനമായി നടപ്പാക്കപ്പെട്ട കൊലക്കയർ എന്ന് പറയുന്നത് റിപ്പർ ചന്ദ്രന്റേതാണ്. റിപ്പർ ചന്ദ്രൻ ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അത് 1991 ആ കൊലക്കയർ നടപ്പാക്കപ്പെട്ടത്. പിന്നീട് 20 വർഷങ്ങൾക്കിപ്പുറം ഒരു കൊലക്കയർ പോലും നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊലക്കയർ വിധിച്ചെങ്കിലും നടപ്പാക്കപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾ ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് മതിയാകും. എന്തായാലും ഇതിനെല്ലാം ശേഷം ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷ ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചാനൽ ചർച്ചകളൊക്കെ വന്നിരുന്നു പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തെ ന്യായീകരിക്കല്ല ഞാൻ ചെയ്യുന്നത്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് പുള്ളിക്കാരൻ വാദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ളത്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് എന്താണെന്നുള്ളത് പലർക്കും മനസ്സിലായിക്കാണില്ല. അതായത് കോടതിയിൽ ഒരു പ്രതിയെ ഹാജരാക്കുന്ന സമയത്ത് ആ പ്രതിയുടെ പ്രായം, ആ പ്രതി മുമ്പ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇപ്പം കുറ്റകൃത്യം ചെയ്യാനുള്ള മോട്ടീവ്, ഇതെല്ലാം ഒന്ന് കണക്കിലെടുത്ത് പരിശോധിക്കും. ഇത് പരിശോധിച്ചതിന് ശേഷം ഈ പ്രതിക്ക് കൊടുക്കുന്ന ശിക്ഷയിൽ ഇളവ് കൊടുക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഗ്രീഷ്മയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഗ്രീഷ്മയ്ക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഗ്രീഷ്മ കൊന്ന ഷാരോണിനും അത്ര തന്നെ പ്രായമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രായം വില പോകില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗ്രീഷ്മക്ക് മുമ്പ് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇതേ ഗ്രീഷ്മ തന്നെ ഒരുപാട് തവണ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന കാര്യവും പരിഗണിക്കാനാവില്ല. പിന്നെ ഇവിടെ കൊല ചെയ്യാനുണ്ടായ മോട്ടീവ് വ്യക്തമാണ്. ഇവനെ കൊന്ന് മറ്റൊരു പട്ടാളക്കാരനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത് ചെയ്തത് അല്ലേ. അപ്പൊ ആ മോട്ടീവും അവിടെ കണക്കിലെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഇവിടെ മിറ്റിഗേറ്റീവ് സംഭവങ്ങളൊന്നും ഇവിടെ നിലനിൽക്കില്ല. പിന്നെ ഇയാൾ എന്തിനാണ് ഈ കിടന്ന് കൊണക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ പറയാനുള്ള ബാക്കി കൂടി ഒന്ന് കേട്ടോക്കാം. കാരണം ഈ ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ടുപോയി, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അത് എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അന്നേരം ഇയാൾ ഈ വീഡിയോ എടുത്ത് പുറത്തിടും. ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമുണ്ട് അതിന്. നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ചൊന്നുമല്ല ഈ കൊലപാതകം നടത്തിയത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ. നിങ്ങൾ ന്യായീകരിച്ചല്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ സംസാരത്തിന് തന്നെ വ്യക്തമാവുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയെ പിടിച്ച സമയത്ത് എന്തിനായിരുന്നു ഷാരോണ് കൊല ചെയ്തതെന്ന് ആദ്യമായി ചോദിച്ചപ്പോൾ ഗ്രീഷ്മ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. അതായത് എന്റെ ഒരുപാട് ന്യൂഡ് ഫോട്ടോസ് ഷാരോണിന്റെ കയ്യിലുണ്ട്, അത് പുറത്ത് വിടുമെന്ന് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണി സഹിക്കാനാവാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കൊന്നതാണെന്നുള്ള രീതി. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇപ്പൊ കമാൽ പാഷ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീഷ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും അതിനുതകുന്ന തെളിവുകൾ ഗ്രീഷ്മക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് ഗ്രീഷ്മ ഷാരോണുമായി ചാറ്റ് ചെയ്തതും ഷാരോണ് കൊടുക്കാനുള്ള വിഷം അടക്കം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതിന്റെ ഹിസ്റ്ററി പോലും ഇവിടെ സൈബർ സെല്ലിൽ റിട്രീവ് ചെയ്തെടുത്തു. പക്ഷേ ഷാരോൺ ഗ്രീഷ്മയെ ന്യൂഡ് ഫോട്ടോസ് പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. ചുമ്മാ ആ സമയത്ത് ഗ്രീഷ്മക്ക് ഈ കേസിൽ നിന്നും ഊരി പോരാനുള്ള ഒരു ആരോപണം മാത്രമായിരുന്നത്. അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ന്യായീകരിക്കാൻ നോക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും. അവൾക്ക് ഇത് തന്നെ കിട്ടണം. അതെന്താ കാര്യം? അവൾ, അത് നമ്മൾ നോക്കണം. അവൾ ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു. ഒരുത്തൻ പാറ്റ്നായി പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ. അതേപോലെ വേറൊരുത്തൻ കയറി വെട്ടിക്കൊന്നു. ഇതെന്താ? അവനെ പ്രേമിക്കും, പക്ഷെ പെണ്ണിന് വേണ്ട, സമ്മതിക്കത്തില്ല, വിടത്തില്ല, പുറകെ നടന്ന് കൊല്ലും. ഒരെണ്ണത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, നമ്മൾ കണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ എന്താ ഇവന്മാരെ എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നില്ല? പക്ഷെ ഇതിനകത്ത് എന്താ അവൾ, എന്ത് ജെൻഡർ ന്യൂട്രാലിറ്റി? ഇയാളത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൊന്നത് അവനാണെങ്കിലും അവളാണെങ്കിലും കൊന്നു, അതിനുള്ള ശിക്ഷ അനുഭവിച്ചോളണം. അവിടെ അവളാണെന്ന് കരുതി പ്രത്യേകിച്ച് പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുകയാണ് അല്ലേ. ഒന്നെങ്കിൽ ഇയാൾ വേണ്ട രീതിയിൽ കേസ് പഠിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഇയാൾ മനഃപൂർവ്വം റീച്ചിന് വേണ്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ്. എന്തായാലും കൊള്ളാം. ഇതിപ്പോ ഇനി കേസ് ഹൈക്കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ബെഞ്ചിൽ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഗ്രീഷ്മ പുഷ്പം പോലെ ഊരി വരും. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.